മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ആര് സംരക്ഷിച്ചാലും അടിച്ച് കാലൊന്നും പൊട്ടിച്ചാലും ഒന്നും നടക്കില്ല. ഞങ്ങൾ അങ്ങനെ പോകുന്നില്ല. 3 പാവപ്പെട്ട ജീവനാ പോയത്. ആരോ ഉത്തരം പറയണ്ടേ? വലിയങ്ങാടിയിലെ അപകടത്തിൽ ബി.ജെ.പി കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ പോലീസും ബി.ജെ.പി പ്രവർത്തകരും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് പോയത്. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബലപ്രയോഗമുണ്ടായത്. അഭിജിത്ത് മുഴക്കുന്നു നമ്മളോടൊപ്പമുണ്ട്. അഭിജിത്ത്, 3 പാവപ്പെട്ട ജീവനുകളാണ് നഷ്ടമായത്. ആരോടാണ് ചോദിക്കുക? ഞങ്ങൾ ഇവിടെ നിന്ന് പരിഹാരമുണ്ടായതിനു ശേഷം മാത്രമേ മടങ്ങിപ്പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി.ജെ.പി പ്രവർത്തകരോട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വലിയ കയ്യാങ്കളി പോലീസും ബി.ജെ.പി പ്രവർത്തകരും തമ്മിലുള്ള കാഴ്ചയാണ് കോർപ്പറേഷന് മുൻവശത്തുള്ളത്. ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി വരാൻ പാടില്ല എന്ന് പോലീസ് പറയുന്നു. എന്നാൽ മേയറെ കണ്ട് ഇക്കാര്യം സംസാരിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ മടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് ബി.ജെ.പി പ്രവർത്തകരുടെ ആവശ്യം. അങ്ങനെ ഒരു ആവശ്യവുമായാണ് അവർ കോർപ്പറേഷൻ ഓഫീസ് മുൻവശത്തേക്ക് എത്തിയത്. പക്ഷേ ഗേറ്റ് മുൻവശത്തെ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. എന്നാൽ മതിൽ ചാടിക്കടന്നാണ് പ്രവർത്തകർ അകത്തേക്ക് കയറിയത്. എന്നാൽ കോർപ്പറേഷൻ അകത്തേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം അത് പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഇവിടെ വെള്ളയിൽ SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ടൗൺ SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ബി.ജെ.പി പ്രവർത്തകരെ ഇവിടേക്ക് മാറ്റുന്നത്. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. നിലവിൽ അവരെ ഈ ബലം പ്രയോഗിച്ച് കോർപ്പറേഷൻ മതിലിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. മാധു, കോർപ്പറേഷന് പുറത്ത് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. പുറത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് ബി.ജെ.പി പ്രവർത്തകർ. മേയറെ കാണാതെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അതും അങ്ങനെ തന്നെയാണ്. കൊലക്കുറ്റത്തിന് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും മേയർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതല്ലാതെ മേയറെ കണ്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കാതെ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നും നിലവിൽ ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ ആവശ്യം? ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ 100 കണക്കിന് അനധികൃത കെട്ടിടങ്ങൾ, ഫിറ്റ്നസ് ഇല്ലാത്തവ, ലൈസൻസ് ഇല്ലാത്തവ ഞങ്ങൾ അതിന് കണക്കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അതിലൊന്നാ വീണത്. അതിന്റെ അർത്ഥം എന്താ? മേയർ കൊലയാളിയാണ്. മേയർ അവസാനം പറയുന്നത് അൺഫിറ്റ് അല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അവസാന മാധ്യമങ്ങളെ കാണുമ്പോൾ മേയർ അൺഫിറ്റ് അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ കോളറിന് പിടിച്ച് പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ഞങ്ങളെ പിടിച്ച CI ഉണ്ടല്ലോ, ഞങ്ങളെ നിലത്തൂട്ട വലിച്ചയച്ച CI ഉണ്ടല്ലോ, അയാളെ കൊലയാളിയെ പിടിച്ചു കൊണ്ടുവരാൻ പറ. ഞങ്ങൾ 3 പാവപ്പെട്ട ജീവൻ ഇവിടെ പോയപ്പോ പ്രതികരിക്കുമ്പോ അദ്ദേഹം പറയാ, നിങ്ങൾ ബി.ജെ.പി ഇവിടെ നടക്കൂല, നിങ്ങൾ പോരെ. ഞങ്ങൾ ആ CIയുടെ വീട്ടിലേക്കാണോ പോയെ? മേയർ മറുപടി പറയട്ടെ. ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷന് ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേദാറി. ബി.ജെ.പിക്ക് അറിയില്ലെന്ന് ഇറങ്ങിട്ടാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങളെ ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. നിങ്ങളിപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങളിപ്പോൾ അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങളെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു, സഹപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ആ കെട്ടിടത്തിൻ്റെ ഷട്ടർ നിങ്ങൾ പരിശോധിക്കും. 1 മാസം പോലും പഴക്കം അതിനില്ല. 5 ദിവസം മുമ്പ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന അൺഫിറ്റ് ആയിട്ടുള്ള ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്, ഭരണപക്ഷത്തിനല്ലേ? അത് പരിശോധിക്കേണ്ട കടമ അവർക്കല്ലേ? ഞങ്ങൾക്ക് ഇതിനെതിരെ കോർപ്പറേഷൻ കൗൺസിലിൽ ശക്തമായി 26, 27, 28 ദിവസങ്ങളിൽ നടക്കുന്ന, ഇപ്പോൾ ഞങ്ങൾ വരുന്നത് വികസന സെമിനാറിൽ നിന്നാണ് അല്ലേ? വികസന സെമിനാറിൽ വരും കാലത്തുള്ള വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിൽ വിളിച്ചു ചേർത്ത സെമിനാറിൽ നിന്നാണ് കടന്നു വരുന്നത്. അവിടങ്ങളിലൊക്കെ നിങ്ങൾ ആ പേജും പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ എന്നോ പൊളിക്കാനുള്ള ഓർഡർ മാറ്റി പുതിയ DPR തയ്യാറാക്കി അവിടെ പുതിയ പദ്ധതി കൊണ്ടുവരേണ്ട ആലോചിക്കുന്നൊരു യോഗത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. ഈ 3 പേരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഈ 3 പേരുടെ ജീവന് പകരം വെക്കാൻ ഈ പ്രതികരണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. നേരത്തെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് ബി.ജെ.പി നടത്തിയ സമരത്തിൽ വലിയ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ച ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് അടക്കം കോളറിന് കുത്തിപ്പിടിച്ച് നിലത്തൂടെ വലിച്ചിടച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള ആരോപണമാണ് അവർ മുന്നോട്ട് വെച്ചത്. അത്തരത്തിൽ ഞങ്ങളെയല്ല, ഇവിടെ കൊലയാളിയായ ഭരണാധികാരികളുണ്ട്, അവരെയാണ്
പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഇതിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മേയർ പറയുന്നതെങ്കിൽ മേയറെയാണ് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണവും നമ്മൾ കേട്ടു. ഇത്രയും കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് 3 പേർക്ക് ഇത്രയും ദാരുണമായ സ്ഥിതി നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. അവർക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ള ആവശ്യമടക്കം മുന്നോട്ട് വെക്കുകയാണ് മറ്റുള്ളവർ.